ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ എത്തിയേക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഡിപ്രഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡിപ്രഷൻ പേഷ്യൻ്റാണ്. ഞാനിപ്പോഴും ട്രീറ്റ്മെൻറ്റ് തുടരുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ ഇപ്പം ഓരോരുത്തർ കാണുന്നു. ഇപ്പം എന്നെ നോർമലി എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. എൻ്റെ സോഷ്യൽ ലൈഫൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. എൻ്റെ സ്റ്റാറ്റസ്, അതുപോലെ ഇൻസ്റ്റ, അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. അല്ലാതെ എന്നെ പേഴ്സണലി അറിയുന്നവരാണെങ്കിൽ, പേഴ്സണലി മീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് വെച്ചേക്കുന്നത് അവൾ ഹാപ്പിയാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ചിന്തിച്ചേക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവരുടെയും ലൈഫിലും നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളിപ്പോൾ വേറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, വേറെ ആൾക്കാരുടെ ഇൻസ്റ്റ, അതുപോലെ വാട്സപ്പ്, പിന്നെ FB, അതുപോലെ അല്ലാത്ത എന്തൊക്കെയാണ് അവരുടെ വീഡിയോസും കാര്യങ്ങളും കാണും. അവരുടെ ഡയറക്റ്റ് നമ്മൾ മീറ്റ് ചെയ്ത് അവർ സംസാരിച്ചാലും നമ്മൾ ചിന്തിക്കും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് അവർ ജീവിക്കുന്നത്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഉള്ള ജീവിതമാണ്, നല്ല കിടിലോസ്കി ലൈഫാണ് അവർ ജീവിക്കുന്നത്. നമുക്ക് മാത്രമാണ് ഈ പ്രോബ്ലം. എനിക്കെന്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം, എനിക്കിങ്ങനെ കുറേ പ്രശ്നങ്ങളാണല്ലോ, എനിക്കിങ്ങനെ വിഷമങ്ങളാണല്ലോ, എൻ്റെ ഫാമിലി ലൈഫ് ഇങ്ങനെയാണല്ലോ, എൻ്റെ കരിയർ ഇങ്ങനെയാണല്ലോ, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ ഇല്ലല്ലോ. നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങ് ഡെസ്പായി, നമ്മളങ്ങ് വിഷമിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ ഡിപ്രഷൻ പേഷ്യൻ്റാണ്, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, മെഡിസിൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഞാൻ അങ്ങനെ ആരോട് പറയാറില്ല. പക്ഷെ പറഞ്ഞാൽ, ഞാൻ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ പോലും അവർക്ക് ആണോ, നിന്നെ കണ്ടാൽ തോന്നില്ല കേട്ടോ, നീ അങ്ങനെ ഒന്നും ഇത് ബിഹേവ് ചെയ്യുന്നില്ലല്ലോ, നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ സംസാരം വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഴുന്നേക്കില്ല, അവരൊന്നും ചെയ്യില്ല, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവും. ഡിപ്രഷൻ ഉണ്ടായ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് റിക്കവർ ആയിക്കഴിഞ്ഞാൽ അവർ ഇപ്പോഴും ഡിപ്രഷൻ പേഷ്യൻ്റോ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ അവരുടേതായ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകും. അവർക്ക് അവര് ജോബിന് പോകുന്നവരാണ്, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളാണ്, അങ്ങനെ ഫാമിലി, അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ ഇതുപോലെ മെഡിസിൻ കഴിക്കുന്ന, ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ, ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെങ്കിലും, ഡേ ടു ഡേ നമ്മുടെ വീട്ടിലെ പണിയാണെങ്കിലും, ഫാമിലിന്റെ കാര്യമാണെങ്കിലും, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അവർക്ക് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ മൈൻഡ് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്കും ചില സമയത്ത് പോകുന്നുണ്ട്. ചെറിയ വിഷമങ്ങൾ പോലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും, ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ അവരെ എഫക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി അളവിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. ഞാനൊരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചിരിക്കുന്നില്ലല്ലോ, ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ ഭയങ്കര സന്തോഷിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരിയില്ലേ, ആ ചിരിക്കുമ്പം വീഡിയോസിലാണെങ്കിലും ഒക്കെ ചിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, ഞാൻ അതുപോലെ ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായി, അങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴും, നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ടും, അങ്ങനെ പല പല സ്റ്റേജിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ച് സീരിയസ് ആയതുപോലെ നമുക്ക് തോന്നും. അതുപോലെ നമ്മൾക്ക് ചിരിക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ ഓരോ നിമിഷം നമ്മൾ ഇപ്പം ഈ ഒരു സെക്കൻഡ്, ഈ ഒരു മിനിറ്റിനെ നമ്മൾ അതിന് ആ ഒരു ടൈമായി കാണാതെ അപ്പോഴും നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വിഷമിക്കുക, ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. കാരണം ഒരു സ്റ്റേജിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്, പാസ്റ്റിൽ ഉണ്ടായിരുന്ന എനിക്ക് അങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അങ്ങനെ ആയത്, അവരെന്നോട് ഇങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഇങ്ങനെ ആയത്, അങ്ങനെ പല പല തോട്ടുകളായിരുന്നു.
പിന്നെ എനിക്ക് ഞാൻ ഇതിന് റിക്കവർ ആയി കുറച്ചിങ്ങനെ മൂവ് ഓൺ ആയി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞു. നമ്മുടെ പാസ്റ്റ് വളരെ മോശമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞു. അതൊക്കെ അതൊക്കെ ഓവർകം ചെയ്ത് ഇവിടെ എത്തിയ ആളാണ് നമ്മൾ. ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് എത്ര വിൽ പവർ ഉണ്ടാവും? ഇപ്പൊ ഞാൻ എൻ്റെ ആ ഒരു ഏജ്, ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ വളർന്നത് വരെ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ കാരണമാവാം എനിക്ക് ഈ അസുഖം വന്നത്. പക്ഷെ നമ്മൾ ആ സ്റ്റേജ് കടന്നു വന്നു, അത് നമ്മൾ ഓവർകം ചെയ്തു. അത് ഓവർകം ചെയ്ത് നമുക്ക് ഇതും ഓവർകം ചെയ്യാം. അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പാസ്റ്റിലേക്കുള്ള കാര്യങ്ങളെ, പാസ്റ്റ് നടന്നതിനെയൊക്കെ മാക്സിമം ഞാൻ അത് ഓർത്ത് വിഷമിക്കുന്നതും ഒക്കെ ഞാൻ നിർത്തി. അതൊരിക്കലും എനിക്ക് സ്വന്തം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ശരിക്കും എൻ്റെ മെഡിസിൻ എനിക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ കഴിക്കുന്ന മെഡിസിൻ, എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ എനിക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻ തന്ന് അത് ഞാൻ കഴിച്ചത് കൊണ്ട് കൂടിയാണ്. മെഡിസിൻ ആണ് എനിക്ക് ഇത്രയും എന്താ പറയുക, ഒരു 80% എനിക്ക് മെഡിസിൻ തന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ എൻ്റെ തോട്ടുകൾ, എൻ്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. എനിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലും, ദൂരെയൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൗണിൽ പോകാനാണെങ്കിലും, ഒരു സ്ഥലത്ത് പോകാനാണെങ്കിലും നമ്മൾ അതിനെ വേറെ എല്ലാവരും എപ്പോഴും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ സ്വന്തം സ്നേഹിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങണം, നമ്മൾ ഒരു സ്ഥലത്ത് പോകണം. ഇങ്ങനെ പല പല കാര്യങ്ങളിലും ഞാൻ എൻഗേജ് ആകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഈ പാസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ചേഞ്ച് വന്നു തുടങ്ങി. അപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ, ഇങ്ങനെ ചെയ്താലേ അങ്ങനെ സെറ്റാകും, ഇങ്ങനെ ചെയ്ത് അങ്ങനെ അങ്ങനെ പല പല പ്ലാനിങ്ങും കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ ഈ പ്ലാനിങ് ഒക്കെ പൊടിയായി. ഈ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, അത് നേരെ ഉൾട്ട നടക്കും. അത് പിന്നെ വീണ്ടും പ്ലാൻ ചെയ്യും, പിന്നെ വീണ്ടും ഉൾട്ട നടക്കും. അങ്ങനെ നമ്മൾ അങ്ങനെ പ്ലാനിങ് ഫുൾ തെറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചിന്തിക്കുന്ന ഫ്യൂച്ചറിൽ ഇങ്ങനെ നമുക്കൊരു എയിം ഉണ്ടാവും, നമുക്കൊരു ഗോൾ ഉണ്ടാവും. അത് നമ്മൾ എത്തുമായിരിക്കും, പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കില്ല പലതും. പക്ഷെ നമ്മൾ തളരാൻ പാടില്ല. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും എനിക്ക് നടക്കില്ല, എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല, ഇതൊന്നും എനിക്ക് നന്നാവില്ല, എനിക്ക് ഇങ്ങനത്തെ ലൈഫ് ഉണ്ടാവും, എനിക്ക് നല്ല ലൈഫൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ചിന്തിച്ച് നമ്മൾ തളരാൻ പാടില്ല. അപ്പോഴും നമ്മൾ പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കണം, ഇന്നിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇന്ന് രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റു, ഒരു ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഞാൻ സുഖമായിട്ട് രാവിലെ എഴുന്നേറ്റു. അത് തന്നെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന, ഇപ്പം ഞാൻ രാവിലെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നു, ഫാമിലീൻ്റെ കൂടെ ജോലി ചെയ്യുന്നു, അല്ലെ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നു. വീടില്ലാത്ത ആൾക്കാർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് നമ്മുടേതായ പ്രോബ്ലംസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നു, ആ ജോലിയുടെ ടെൻഷൻ, അത് ഇത് ഓക്കെ. അപ്പോൾ എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുന്നത്. ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വെച്ച് നമ്മൾ ലൈഫിൽ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകണം എന്നല്ല, നമ്മുടെ ഹെൽത്ത് നോക്കാതെ നമ്മൾ തോന്നിയ പോലെ അങ്ങനെ ഇങ്ങനെയും പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പ്ലാൻ ചെയ്യണം, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, നമുക്ക് ടാർഗറ്റ് എയിം ഉണ്ടായിരിക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പക്ഷെ നമ്മൾ ഒരു എന്താ വെച്ചാൽ പ്ലാനോടെ ഇങ്ങനെ വരച്ചതുപോലെ കാര്യങ്ങൾ പോകുന്നു നമ്മൾ ചിന്തിക്കരുത്. ചിന്തിക്കുന്നതാണ് കുഴപ്പം. നമ്മൾ അവിടെ എത്തും, പക്ഷെ ഇങ്ങനെ പോയി കയറി ഇറങ്ങിയിട്ടേ ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുള്ളായിരിക്കും. എല്ലാവർക്കും ഇങ്ങനെ ഒരു പോക്കില്ല. അങ്ങനെ എത്ര പേരുണ്ട്, അങ്ങനെ അവർക്കും അവരുടേതായ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്കറിയില്ലല്ലോ അവരുടെ ലൈഫിൽ എന്താ നടന്നത്. അപ്പൊ എല്ലാവരും ലക്ക് കൊണ്ട് കയറി വന്നവരല്ല, അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും അവർ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കയറി ഇറങ്ങി വന്നവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ നമ്മളും അങ്ങനെ എത്തും. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ സെറ്റ് ആക്കി കഴിഞ്ഞാലും നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് ഈ പ്രസന്റിലാണ് ഞാൻ ജീവിക്കുന്നത്, ഇന്നാണ് എൻ്റെ ജീവിതം, ഇന്ന് ഞാൻ കിടന്നുറങ്ങി നാളെ എഴുന്നേൽക്കുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് എൻ്റെത്. അപ്പൊ പിന്നെ ഞാൻ അടുത്ത വർഷത്തെയും ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഓർത്തിട്ട് എന്തിന് ടെൻഷൻ എടുക്കണം? അതിനു വേണ്ടി നമുക്ക് പ്ലാനുകൾ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഹെൽത്ത് പ്രോബ്ലം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, അതുപോലെ
എന്താ ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൊക്കെ ചേരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, അവരതൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. അങ്ങനെ ടെൻഷൻ അടിക്കാൻ ഞാൻ കുറേ എനിക്ക് അങ്ങനെ ടെൻഷൻ കുറെ ഒഴിവായപ്പോൾ തന്നെ എനിക്ക് കുറെ എന്തൊക്കെയോ സമാധാനമായി തുടങ്ങി. കാരണം വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകൾ ഞാൻ നടത്താതായി. ഫ്ലോയിൽ അങ്ങ് പോവുക. ഈ ലൈഫ് എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് എൻ്റെ പ്ലാനും ലൈഫും ഇങ്ങനെ ഫ്ലോയിൽ പോവാൻ കയറി ഇറങ്ങി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് അങ്ങനെ പോകുള്ളൂ. എങ്കിലും നമുക്കങ്ങ് പോകാം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ ഞാൻ എത്തി. ആ സ്റ്റേജിൽ എത്തിയപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു സമാധാനം, സന്തോഷം എന്ന് പറയുന്നത്, അതിനുശേഷം ഞാൻ ചിരിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഉറക്കെ ചിരിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടായി തുടങ്ങി. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നാളെ ജീവിക്കൂ, നാളെ രാവിലെ എഴുന്നേക്കൂ എന്ന് ഉറപ്പില്ലാതെ ഞാനല്ല നമ്മൾ ഓരോരുത്തരും എന്തിനാണ് അങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിച്ച് ഇതാക്കുന്നതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ മെഡിസിനാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിപ്രഷനെ നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അസുഖം മാറുന്ന മെഡിസിന് വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് നമുക്ക് തോന്നിയ നമ്മൾ ഒന്ന് നമ്മുടെ വീട്ടുകാരോട് അല്ലെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറഞ്ഞിട്ട്, ഇത് മനസ്സിലാവുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് നമ്മൾ അതിനുള്ള മെഡിസിൻ എടുക്കണമെങ്കിൽ അതിലേക്ക് നമ്മൾ പോവണം. ക്ലിനിക്കലായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യണം. അല്ലാതെ നമുക്കൊരു അസുഖം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ഇതുപോലെ ആരുടെയും ഹെൽപ്പ് തേടണം. അല്ലാതെ ഇപ്പൊ നമ്മൾ സ്വന്തമായി ഇതാകുന്ന ആള് എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന, ഞാനിപ്പോ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞത് സ്റ്റുഡൻസ്, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആൾക്കാരുടെ കാര്യമാണ്. ഇതിപ്പോ നമുക്ക് ജോബൊക്കെ കിട്ടിയിട്ട് നമ്മളങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ ആ കാര്യം. അതുപോലെ നമുക്ക് തോന്നിയാൽ നമുക്ക് ഒരു ഡോക്ടറെ കാണാം, എന്താണെന്ന് നമുക്ക് ഒരു തവണ അവരോട് ചോദിച്ച് ഉറപ്പാക്കാം. അവര് ഒരിക്കലും അസുഖം ഇല്ലാതെ അവർ നമുക്ക് മരുന്ന് തരില്ല. അത് 100% അല്ല, 100 അല്ല, 200% ഷുവറാണ് അവര് വെറുതെ മരുന്ന് നമുക്ക് തരില്ല. നമ്മൾ നല്ലൊരു ഡോക്ടറെ എങ്ങനെ ഉണ്ട് എന്ന് നോക്കി നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ട് നല്ലൊരു ഡോക്ടറെ കാണാം. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇങ്ങനെ മെഡിസിൻ കഴിക്കേണ്ട പ്രശ്നമില്ല, ഇങ്ങനെ കുറച്ച് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും എന്ന് അവർ പറഞ്ഞാൽ ഓക്കെ. ഇനിയിപ്പോ സൈക്കാട്രിസ്റ്റിനെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയും കാണും, അവരെന്താ പറയുന്നത് നോക്കുക, എന്നിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണും. അങ്ങനെ നമ്മൾ ഹെൽപ്പ് തേടി നമ്മൾ തന്നെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് വരണം. നമുക്കങ്ങനെ കുറച്ച് ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ, അങ്ങനെ എനിക്ക് എന്തോ പറ്റുന്നുണ്ട്, എനിക്ക് ഹെൽപ്പ് ആരെങ്കിലും തേടണം, അല്ലെ എനിക്ക് സ്വന്തം ട്രീറ്റ്മെന്റ് നോക്കണം എന്ന് നമുക്ക് തോന്നണം. അത് കഴിഞ്ഞ് ആ ഒരു സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ തല, നമ്മുടെ ബ്രെയിൻ നമ്മളോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറയില്ല. എന്നുവെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ തല നമുക്ക് തരില്ല. അങ്ങനെ തരാത്തത് കൊണ്ടാണ് അങ്ങനെ എക്സ്ട്രീമായിട്ടുള്ള ആ സ്റ്റേജിൽ കടന്നു പോകുന്ന ആൾക്കാരും അവർ സ്വന്തമായി ഡോക്ടറെ ഇപ്പോൾ കാണാത്തതും അവരൊരു ഹെൽപ്പ് തേടാത്തതും ഒക്കെ. അതിന് കാരണം നമ്മുടെ ബ്രെയിന് നമുക്ക് അതിനുള്ള കണക്ഷൻ തരില്ല. കാരണം നമ്മൾ ആ ഡിപ്രഷന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണ് സൂയിസൈഡ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നതും ഭയങ്കര സിവിയർ ആയിട്ടുള്ള ലെവലിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ നമ്മൾ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അവെയർ ആയിരിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. നമ്മൾ ചിന്തിക്കുന്ന പോലെ വെറും കരച്ചിലും വിഷമവും മാത്രമല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അസുഖം തന്നെയാണ്. പലർക്കും പല രീതിയിലാണ് വരിക. അപ്പൊ നമ്മുടെ ബോഡീനെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമുക്ക് എന്തൊക്കെയാ വേണമെന്ന് നമ്മൾ തന്നെ ബോധമെടുക്കുക. നമ്മുടെ ബോഡീനെ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാന്നേ നോക്കുക. കാരണം നമുക്ക് അറിയുന്ന പോലെ ആർക്കാ നമ്മുടെ ബോഡീനെ അറിയാം? എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് എൻ്റെ പാർട്ട്ണർക്കാണ്. ഒരിക്കലും അല്ല, നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ലോകത്തിൽ വേറെ ഒരാൾക്ക് നിങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളെ അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഫിസിക്കലി ആയിക്കോട്ടെ മെന്റലി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും അറിയുന്നത് നമുക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിലും നമുക്കാണ് അത്
കണ്ടെത്താൻ പറ്റുള്ളൂ. വേറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ അതിന് വേണ്ട സൊല്യൂഷൻസ് കാണുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ. കുറച്ചാലും ട്രീറ്റ്മെന്റിലൊക്കെ നിൽക്കേണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും പനി വന്നിട്ട് നമ്മൾ എത്ര ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്, എത്ര പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്. അതുപോലെ കണ്ടാൽ മതി. നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസുഖം വന്നു, നമ്മൾ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്തു, മെഡിസിൻ കഴിച്ചു. അല്ലാതെ ഈ മെഡിസിൻ കഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ വേഗം മരിച്ചു പോകുന്നോ, നമുക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുന്നു, അങ്ങനെയൊന്നുമില്ല. ചിലപ്പം കഴിക്കേണ്ടി വന്നേക്കാം, എങ്കിലും എന്താണ് പ്രോബ്ലം? നമുക്കൊരു അസുഖം വന്നു, അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ ക്യാൻസർ വന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യില്ലേ, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നില്ലേ? കീമോക്ക് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, എന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മെന്റൽ പ്രോബ്ലംസിനും നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഡിപ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിക്കുകൾ ഞാൻ സംസാരിക്കുന്നതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എനിക്ക് കൂടുതലായിട്ടും ഫിറ്റ്നസ്, അതുപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.